ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെ സ്മാർട്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പേരെങ്കിലും അത് അറിയുകയാണെങ്കിൽ അറിയട്ടെ എന്ന് വെച്ചു. എന്താ വെച്ചാൽ കെ സ്മാർട്ട് ഇപ്പോൾ എല്ലാവർക്കും പരിചയമുള്ളൊരു സോഫ്റ്റ്വെയറാണ്. കേരളത്തിലുള്ള ഒരുവിധം ആൾക്കാർക്ക് അറിയാം. നമ്മൾ കെ സ്മാർട്ടിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചായത്തുകളിലും കെ സ്മാർട്ട് വഴിയാണ് പ്ലാൻ അപ്ലൈ ചെയ്യണത് നമ്മൾ. അപ്പോൾ എല്ലാം ഓൺലൈൻ വഴിയാണ്, മാനുവലായിട്ടല്ല, ഓൺലൈൻ വഴിയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതിൽ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ തുടങ്ങിയ സമയത്തുള്ള ഇത് വെച്ചിട്ടല്ല ഇപ്പോൾ ഇത് പോകുന്നത്. അതായത് കുറച്ച് അതിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ചില ബിൽഡിംഗ് റൂൾ പരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചില സംഭവങ്ങൾ അതിൽ കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു വന്നപ്പോൾ ഈ സോഫ്റ്റ്വെയർ റൺ ആവാനായിട്ട് ഇപ്പോൾ സമയമെടുക്കുന്നുണ്ട്. അപ്പോൾ പല ഡ്രോയിങ്ങുകളും നമ്മൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഞാൻ ഏകദേശം ഒരു 1.5 മാസത്തോളമായിട്ട്, ഒരു മാസം എന്തായാലുമായിട്ട് നമുക്ക് ഇത് എററുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല ലൈസൻസുകളെടുത്തും പല സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്തും എല്ലാവരും പ്ലാൻ കൊണ്ടു കൊടുത്തിട്ട് ഇത് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ അതിനെ പലരും തെറ്റിദ്ധരിച്ചിട്ട് ഈ തന്ന ആൾക്കാർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ട്. അവരാണ് പറയണത് അവർക്ക് അറിയാത്തത് കൊണ്ടാണത് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിക്കും നമ്മൾ അക്ഷയയിൽ ചെല്ലുമ്പോൾ അത് ചെയ്ത് കിട്ടണ്ടല്ലോ, ഇത് കിട്ടണ്ടല്ലോ. ഇപ്പം നമ്മൾ കെ സ്മാർട്ട് ഉപയോഗിക്കുമ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന സോഫ്റ്റ്വെയറും കെ സ്മാർട്ടിലൂടെ മറ്റുള്ള കാര്യങ്ങൾ, അതായത് നികുതി അടയ്ക്കുക, പിന്നെ പലവിധ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുക, അതിൻ്റെ സോഫ്റ്റ്വെയറും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. യാതൊരുവിധ ബന്ധവും ഇല്ല. ഇത് ടെക്നിക്കലായിട്ടുള്ള ഡ്രോയിങ്സൊക്കെ ചെയ്യുന്ന ലൈൻസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഓട്ടോകാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ കൂടെയാണ് നമുക്കിത് കെ സ്മാർട്ടിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഞങ്ങൾ ഈ പ്ലാൻ വരയ്ക്കുന്ന ലൈസൻസികൾക്കും ഉണ്ട്. ലൈസൻസി മീൻസ് സിവിൽ എഞ്ചിനീയേഴ്സിന് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. ഞാനിത് നാട്ടുകാരിലേക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ കുറച്ച് പേരെങ്കിലും ഞാൻ പറയണത് കാണുകയാണെങ്കിൽ ഈ തെറ്റിദ്ധാരണ ഒന്ന് മാറി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡിയാവും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരായിട്ട് നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പം ഇന്നൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പം നാളേക്കോ മറ്റന്നാളത്തേക്കൊക്കെ ആയിട്ട് റെഡിയാവും. അപ്പം നിങ്ങളെ ആരും പറഞ്ഞ് പറ്റിക്കണതോ ഒന്നുമല്ല. സംഭവം ഇതാണ്. സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻ മൂലം ഒരു കാലതാമസം വരുന്നതാണ്. അല്ലാതെ നിങ്ങളാരും പറ്റിക്കണതോ ഒന്നുമല്ല എന്ന് ഞാൻ വീണ്ടും പറയണം. നന്ദി, നമസ്കാരം.